എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം സ്വർഗമാണ്, സ്വർഗമാണ്, സ്വർഗമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗമാണ് ഖൈറെന്നറിയാം എങ്കിലും എനിക്കിഷ്ടം മദീനയാണ്. ജന്നത്താണ് സൂറൂറെന്നറിയാം എങ്കിലും എന്റെ മോഹം മദീനയാണ്. സ്വർഗം ഏറ്റവും മനോഹരമായ സ്ഥലമാണ് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ മദീന യൂ തോ ജന്നത്ത് में सब है मदीना नहीं और जन्नत मदीने में मौजूद है. ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ. ഇന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമായി പരന്നു കിടക്കുന്ന കോടിക്കണക്കിന് വിശ്വാസികളുടെ മനസ്സാന്തരങ്ങളിൽ മഹത്തായ സ്വാധീനം പതാകക്ക് പോലും മഹാനായ അഹമ്മദ് റസാ ഖാൻ ഫാദിലെ ബറൽവിയുമായി ആത്മീയമായ ഒരു ബന്ധമുണ്ട്. അത്രയും വലിയ മഹാൻ. അദ്ദേഹത്തിനെ ജനങ്ങൾ വിളിച്ചത് അഅ്ലാ ഹസ്രത്ത് എന്നാണ്. അഅ്ലാ ഹസ്രത്ത് എന്ന് പറഞ്ഞാൽ അഅ്ലാ ഹസ്രത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹാനായ പണ്ഡിതൻ എന്നർത്ഥം. പക്ഷെ അദ്ദേഹം സ്വന്തത്തെ വിളിച്ചത് കൽബുൽ മുസ്തഫ. रंग में रंग जाए जब अफकार तो भूलते गुलामों पे वो असरार के रंगते वो तौसीफ सनाए. इश्क के रंग में रंग जाए जब अफकार तो भूलते गुलामों पे वो असरार के रंगते वो तौसीफ सनाए. शहे अबरार में घर लग सको हर बार वरना वो सैयदी अली नसबी हाँ वही उम्मी लकबी हाशिमियों मुत्तलबियों अरबियों कुरशियों मदनी और काम से गुनहगार. जिनके कदमों की चमक चांद सितारों में नजर आए जिधर से वो गुजर जाए वही राग चमक जाए धमक जाए महक जाए बने रौनक गुलजार. और आरज़ू ये है कि वो कल्ब मुअत्तर व मुतहहर व मुसफ़्फ़ा व मुजल्ला दुरे आला जो नजर आए कई जलवे रूए शहे अबरार. എല്ലാവർക്കും അറിയാം, അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഞങ്ങൾ പറയുന്നത് ഹബീബിന്റെ സ്നേഹത്തിൽ ഇതാ ബുദ്ധിഭ്രമം സംഭവിച്ചു പോയി. ഞങ്ങൾ പറയുന്നത് സ്വർഗത്തിന്റെ സകല സൗന്ദര്യങ്ങളും ശേഖരിച്ചെടുത്താലും അത് മദീനയിലെ ഒരു തെരുവിനോട് പോലും തുല്യമാവുകയില്ല എന്നാണ്. और तस्लीम है कि कितनी हंसी हुस्ने जन्नत को जब भी समेटा गया मुस्तफा के शहर की गली बन गई. സ്വർഗമാണ് ഖൈറ്, പക്ഷേ അതിനേക്കാളും ഖൈറ് മദീനയാണ്. സ്വർഗമാണ് ഖൈറെന്നറിയാം എങ്കിലും എനിക്കിഷ്ടം മദീനയാണ്. ജന്നത്താണ് സൂറൂറെന്നറിയാം എങ്കിലും എന്റെ മോഹം ത്വയ്ബയാണ്. ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മനോഹരമായ സദസ്സ്. ആ സദസ്സിൽ ഒരുപാട് സഹാബിമാർ ഇരിക്കുന്നുണ്ട്. വളരെയേറെ വളരെയേറെ ആത്മീയമായ തേജസ് ഉറ്റി നിൽക്കുന്ന ഒരു സദസ്സ്. പക്ഷെ അവിടെ എല്ലാവരും ഇങ്ങനെ ശാന്തരായി മൗനികളായി ഒന്നും മിണ്ടാതെ ആരെയോ കാത്തിരിക്കുകയാണ്. അപ്പൊ ഈ പണ്ഡിതൻ ആ സദസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. എല്ലാവരും മൗനികളായിരിക്കുന്നത് കാണുമ്പോ ആ പണ്ഡിതൻ മുത്തുനബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് എന്താണ്, ആരെയാണ് കാത്തിരിക്കുന്നത്? ഏതോ ഒരാൾ കടന്നു വരാൻ കാത്തിരിക്കുന്ന പോലെ, ആർക്കോ സ്വാഗതമോദാൻ അങ്ങ് കാത്തിരിക്കുന്ന പോലെ ഉണ്ടല്ലോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവത്രേ, അങ്ങകലെ ഇന്ത്യയില് ഒരു മഹാനായ പണ്ഡിതൻ മരണപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധമായ മദീനയിൽ കോടിക്കണക്കിന് വിശ്വാസികളെ മദീനയിലേക്ക് കൽബ് കൊണ്ടടുപ്പിച്ച ആ പണ്ഡിതൻ മരണപ്പെട്ട് അദ്ദേഹത്തിന്റെ റൂഹ് ആത്മീയ ലോകത്തേക്ക്, ഈ ആഖിറ ലോകത്തേക്ക് കടന്നു വരുമ്പോ സ്വർഗത്തിലേക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ.
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു. ആ പണ്ഡിതൻ, ഷാമിൽ ജീവിച്ചിരുന്ന ആ പണ്ഡിതൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹം അന്വേഷിക്കുകയാണ്, ഇന്ത്യയിൽ ആരാണ് ആ സമയത്ത് മരണപ്പെട്ടു പോയത്. അങ്ങനെ അദ്ദേഹം ഇന്ത്യയിലേക്ക് യാത്ര ചെയ്തുകൊണ്ട് വന്നു. ഇവിടെ കടന്നു വന്ന് അദ്ദേഹം പറഞ്ഞ തീയതിയും ദിവസവും മാസവും അവർ യോജിപ്പിച്ചു നോക്കുമ്പോൾ അവർക്ക് മനസ്സിലായി, അങ്ങകലെ ഉത്തർപ്രദേശിലെ ബറേലിയിൽ ഉറങ്ങുന്ന മഹാനായ അഹ്മദ് റസാ ഖാൻ ഖാദിലെ ബറേലി റഹിമഹുല്ലാഹ് ലോകത്തോട് വിട പറഞ്ഞ നേരമായിരുന്നു അത് എന്നുള്ളതാണ്. മഹാനവറുകൾ വഫാത്താകുന്ന നേരത്ത് അദ്ദേഹത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബിമാരും കാത്തിരിക്കുന്ന ഒരു ദൃശ്യമാണ് ആയിരക്കണക്കിന് കാതങ്ങൾക്കകലെ ഷാമിലുള്ള ആ മഹാനായ പണ്ഡിതൻ കാണുന്നത്. ഓർക്കുക, നമ്മൾ സ്നേഹത്തിന്റെ ലോകത്തിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നതാണ്. കടലോരേ മുത്തുനബി ശഫീഉൽ ഉമ്മ സല്ലല്ലാഹു മുഹമ്മദ് ചൊല്ലണ ശബ്ദത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലേ പുണ്യപൂമാണം ഹബീബേ സല്ലല്ലാഹു സുരീണം ഞങ്ങളിൽ സഹോദരങ്ങളെ, നമ്മൾ ലൈറ്റുകളൊന്നും ഓഫ് ചെയ്യാൻ പോകുന്നു. നമ്മുടെ കണ്ണുകളൊന്നും നിറഞ്ഞൊഴുകിയാൽ, പഠിച്ചോനെ എനിക്ക് അങ്ങനെ ആവാൻ കഴിഞ്ഞില്ലല്ലോ റബ്ബേ, എനിക്ക് എന്റെ ഹബീബിനെ കാണാൻ പറ്റിയില്ലല്ലോ റബ്ബേ, എനിക്ക് ആ മദീനത്ത് പോവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ പഠിച്ചോനെ, ഞാൻ പോയിട്ടുണ്ടെങ്കിൽ തന്നെ മുത്തനബിതങ്ങൾ എന്നെ സ്വീകരിച്ചിട്ടുണ്ടാവോ റബ്ബേ. ഈ പാപിയായ മനുഷ്യൻ മദീനത്ത് കാലുകുത്താൻ ഒരു അർഹതയുമില്ല പഠിച്ചോനെ എന്നോർത്ത് സ്വന്തത്തെ പറ്റി ഓർത്തിട്ട് ഒരു തുള്ളി കണ്ണുനീരൊഴുക്കാൻ ഈ സദസ്സിൽ നിന്ന് നമുക്ക് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഈ ഇരുത്തത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്ക് നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള കഫാറത്തിന്റെ മജ്‌ലിസുകളിൽ ഒന്നായി, തെറ്റുകൾ പൊറുക്കപ്പെടുന്ന മജ്‌ലിസുകളിൽ ഒന്നായി സദസ്സിനെ സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ മസ്ജിദ് നബവിയിൽ നിന്ന് കുറച്ച് അകലെയാണ്. എല്ലാ ജമാഅത്തിനും അദ്ദേഹത്തിന് പള്ളിയിൽ വരാൻ കഴിയാറുണ്ടായിരുന്നില്ല. പക്ഷേ ഹബീബായ തങ്ങൾ വഫാത്തായ രാത്രികളിൽ കിടന്നിട്ടുറക്കം വരുന്നില്ല. ആ മഹാനായ സ്വഹാബി ഹില്ലാളി വീരനായ വീരനും ശൂരനുമായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ മസ്ജിദ് നബവിയിൽ വന്നിട്ട് രാത്രി കാലങ്ങളിൽ ഒറ്റക്കിരുന്ന് കരയുകയാ. എന്തിനാ കരയുന്നത്? ഹബീബേ, അങ്ങേക്ക് കാണാൻ പറ്റൂലല്ലോ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊച്ചു കുഞ്ഞിനെ പോലെ കരയാണ്. സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് ആരുമില്ല, മസ്ജിദ് നബവി വിജനമാണ്. ആ ഇരുട്ടത്തിരുന്ന് കണ്ണീരൊലിപ്പിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണ്? നബിയെ, അങ്ങയെ കാണാത്തതിന്റെ പേരിൽ അങ്ങയിൽ നിന്നൊരു അല്പ സമയത്തേക്ക് അകന്നു നിന്നതിന്റെ പ്രണയിച്ചു ഓരോ ചെല്ലക്കിളി വിങ്ങി വിതുമ്പി പാടി പ്രേമ പിരീശത്താൽ മനം നൊന്ത് കരഞ്ഞു പാടി. ഇശ്ഖിന്റെ ബഹറായ റസൂലുള്ളാഹ് പിരിഞ്ഞു പോയി. വിശാലത്തിൻ നിശല് മൂളി കരള് പൊട്ടി. എന്റെ വ്യഥ ചൊല്ലാൻ ഇനിയാര് ഉലകിൽ ബാക്കി. എന്റെ വ്യഥ ചൊല്ലാൻ ഇനിയാര് ഉലകിൽ ബാക്കി. ഇളം തന്നൽ കരയുന്നു ഇനിയാരെ തഴുകും ഞാൻ. മലർമേനി മണത്തിന്റെ കൊതി തീർന്നില്ല. പ്രപഞ്ചത്തിനലങ്കാര മലരായ മലരല്ല. ഒളിശം സുമിരുളിലെ ലിബാസിൽ മുങ്ങി. ഇശ്ഖിന്റെ ബഹറായ റസൂലുള്ളാഹ് പിരിഞ്ഞു പോയി. വിശാലത്തിൻ നിശല് മൂളി കര